2 രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ദിവസങ്ങൾ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരം എന്ന ജില്ലയിലെ ഒരു ചെറിയ ചേരി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കേരളത്തിൽ ഒരുപക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കാം. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന തൊട്ട് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽച്ചുള. അങ്ങനെ പറഞ്ഞാൽ കുറച്ച് അധികം ആൾക്കാർക്ക് അറിയാൻ കഴിയും. അതിലപ്പുറം സെക്രട്ടേറിയറ്റിനേക്കാൾ മറ്റു ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലം. അത് സെക്രട്ടേറിയറ്റ് നമ്മുടെ ഭരണശിലാകേന്ദ്രം എന്നറിയുമ്പോൾ ചെങ്കൽച്ചുള അങ്ങനെയല്ല അറിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കുപ്രസിദ്ധിയുടെ ഒരു സ്ഥലമായിരുന്നു ഈ ചെങ്കൽച്ചുള. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് ഇന്ന് ഈ സമയത്ത് നിങ്ങളോടൊപ്പം വേറെ ഒരു രാജ്യത്തിൽ എനിക്ക് എൻ്റെ വായ്ക്കകത്തത് പറയാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകളെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ദൈവം ഒരുക്കി ഈ സമയത്തിന് ദൈവത്തിന് കൊടാകൊടി സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുകഴ്ചയും ഒരു നന്മയും ഇല്ലാത്ത ഒരാളാണ്. ഞാനൊരു എടുത്തുചാട്ടക്കാരിയായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ തോൽവിയുടെ ഒരു അങ്ങേ അറ്റമായിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും അതൊരു ജയമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാനതൊരു ജയമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അന്നതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ വളരെ തോൽവികളായിരുന്നു. ഞാനെന്ന അഹങ്കാരവും ഞാനെന്ന പാപങ്ങളും മാത്രം ആ ദിവസങ്ങൾ കൊണ്ടു നടന്ന ചുമന്നു കൊണ്ടുവന്ന ഒരു വലിയൊരു പാപഭാരമായിരുന്നു അതെൻ്റെ ജീവിതത്തിൽ. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം മാറ്റി ഇന്ന് ആ ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹം, ഞാൻ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് എങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല. ഒരു ദിവസം കൊണ്ടോ ഒരായുസ് കൊണ്ടോ ഒന്നും എൻ്റെ സാക്ഷ്യം തീരില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യമുള്ള ദിവസങ്ങളാണ് ഈ ആഗസ്റ്റ് മാസം തൊട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2024 ആഗസ്റ്റ് 8 തൊട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും എനിക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാവുന്നതാണോ, അതോ ഞാൻ ഉറക്കത്തിലാണോ എന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇന്ന് പ്രഭാതത്തിലും അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയിരിക്കുന്നത്. മറ്റു രാജ്യത്തിലുള്ള അവിടെ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നമ്മുടെ മണിക്കൂറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ രാത്രിയുള്ള കൂട്ടായ്മയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ 6:30 മണിയായിട്ടേ ഉള്ളൂ. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ സന്ധ്യയ്ക്കുള്ള ആ ആരാധനയിൽ കൂടുവാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമേ അല്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുമില്ല. കാരണം ഞാൻ എന്ത് പറയും? എന്നെക്കാൾ വിദ്യാസമ്പന്നരായ ആളുകൾ, എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരുടെ മുൻപേ ഈ ദിവസങ്ങൾ ദൈവം എന്നെ 2 രീതിയിൽ എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന്, ലോകത്തിൻ്റെതായ എല്ലാ ഉയർച്ചയിൽ കൂടെ ദൈവം എന്നെ കടന്നു പോകുന്നു. ഉയർച്ച എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ സാമ്പത്തികമോ വലിയ വീടോ ബംഗ്ലാവോ കാറോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന. നമ്മുടെ ബൈബിൾ പറയുന്നു, നമ്മളെ ജ്ഞാനികളുടെ മുമ്പ് ദൈവം ഭോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിദ്യാസമ്പന്നരല്ല ഞാൻ. ഒരു വിദ്യാഭ്യാസമുള്ളവളല്ല. വെറും 9ാം ക്ലാസ്സുകാർ മാത്രം പഠിച്ചിട്ടുള്ളത്. എൻ്റെ വിദ്യാഭ്യാസം പല സ്കൂളുകളായി നടന്നിട്ടുള്ളത്. കാരണം അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം എൻ്റെ പല പല സ്ഥലത്ത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയ്ക്ക് വീട്ടിലിരുന്ന് എന്നെ നോക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പപ്പയും അമ്മയായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ അമ്മ ഒരു കോൺക്രീറ്റ് പണിക്ക് പോകുന്ന സ്ത്രീയാണ്. അപ്പോൾ അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിൽ മാത്രമേ ആ കെട്ടിടപ്പണിക്ക് അമ്മയ്ക്ക് പോകാൻ സാധിക്കുള്ളൂ. അന്ന് ഒരു 10 വയസ്സുള്ള അല്ലെങ്കിൽ 8 9 വയസ്സുള്ള എന്നെ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടത്തിക്കിട്ട് പോകാൻ അമ്മയ്ക്ക് ഭയമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു പെൺകുട്ടിയല്ലേ. പപ്പ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. പപ്പയും ജോലിക്ക് പോകും. ഇവരുടെ പിണക്കമെന്ന് പറഞ്ഞാൽ 2 3 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പിണക്കമാണ്. പൊതുവേ സ്വാഭാവികമായിട്ട് ഞങ്ങൾ 2 മക്കളാണ്. അമ്മമാർക്ക് കൂടുതൽ സ്നേഹം ആൺമക്കളോടാണല്ലോ. അമ്മയ്ക്ക് അനുജനോട് വല്ലാത്തൊരു സ്നേഹമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഷ്ടപുത്രനാണ് ഒരുപക്ഷെ എൻ്റെ അനുജൻ എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ട് മക്കളാണ്. അനുജൻ്റെ പേര് അനി എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന. അവൻ്റെ പേര് ശ്യാംകുമാർ എന്നാണ്. എൻ്റെ പപ്പയുടെ പേര് തമ്പി എന്നാണ്. അമ്മയുടെ പേര് സാറാമ്മ എന്നാണ്. പേര് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി ലോകം അറിയപ്പെടുന്ന 2 വ്യക്തികളായിരുന്നു അവർ. അവരും രണ്ട് ധ്രുവങ്ങളിൽ വന്നവരാണ്. കേരളത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്നുള്ള ഒരാളായിരുന്നു എൻ്റെ പപ്പ. പപ്പയുടെ നാട് മാവേലിക്കര ഹരിപ്പാടെന്ന് പറയും. എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി തുടങ്ങുന്നത് തന്നെ ആരംഭിക്കുന്നത് എൻ്റെ പപ്പയുടെ
കാലഘട്ടം തൊട്ടാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. കാരണം പപ്പ നല്ല ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളായിരുന്നു. പപ്പയുടെ അമ്മയുടെ അവരുടെ പപ്പയുടെ അപ്പച്ചൻ്റെ അമ്മയുമായിട്ടുള്ള ഫാമിലി പ്രശ്നത്തിന് അവർ നാട് വിട്ട് ഈ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വരുന്നു. അന്ന് അക്കാലത്ത് തിരുവനന്തപുരം പട്ടണത്തിൽ ഈ നാട് വിട്ട് വരുന്നവർ, റോഡുകളിൽ അലഞ്ഞു തിരിയുന്നവരെല്ലാം നമ്മുടെ വഞ്ചിപ്പൂർ ഫണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇന്നത്തെ ശ്രീ ചിത്രാ ഹോം. അവിടെ ഈ റോഡുകളിൽ ഈ വണ്ടികളിൽ വന്ന് അവർ റോഡിലേക്ക് അലഞ്ഞു തിരിയുന്നവരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായിരുന്നു. അങ്ങനെ പപ്പയും പപ്പയുടെ ചേട്ടനും അമ്മയുമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. അന്ന് പപ്പയുടെ അമ്മ ഗർഭിണിയായിരുന്നു. പക്ഷേ പപ്പയുടെ അമ്മയ്ക്ക് അറിയില്ല വരുന്ന സമയത്ത് അവർ ഗർഭിണിയാണെന്നുള്ള. ഇവരെ മൂന്നുപേരെയും കൂടെ അന്ന് ശ്രീ ചിത്രാ ഹോമിൽ അവരെ കൊണ്ടുപോയി. അന്നത്തെ ഇവിടെ നമ്മുടെ ഭാഷയിൽ അക്കാലം പറയുന്ന പിള്ളേരെ പിടിക്കുന്ന വണ്ടി എന്നാണ് പറയുന്നത്. കാരണം റോഡിൽ കിടക്കുന്നവരെയൊക്കെ വന്ന് ഗവൺമെന്റ് സ്ഥാപനത്തിൽ, അത് ശ്രീ ചിത്രാ ഹോം എന്ന് പറയുമ്പോൾ അന്നത്തെ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ഇങ്ങനെയുള്ള സാധുജനങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ഒരു സ്ഥാപനമാണ്. അതിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പപ്പയുടെ അമ്മയെ കൊണ്ടുപോകുന്നു. അവരവിടെ വളരുന്നു. പപ്പ പിന്നെ 5ാം ക്ലാസ് വരെ പപ്പ അവിടെ പഠിക്കുന്നു. പപ്പയുടെ ചേട്ടനുണ്ട്. അവിടെ വെച്ച് അമ്മാമ്മ മൂന്നാമത്തെ മകൾക്ക് ജന്മം കൊടുക്കുന്നു. കാണാൻ തരക്കേടില്ലാത്തൊരു സുന്ദരിയായിരുന്നു അമ്മുമ്മ. അവരുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു അച്ചായൻസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവരെ അവിടെ താമസിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു വർക്ക് സൂപ്രണ്ടുമായിട്ട് അമ്മാമ്മയ്ക്ക് ബന്ധമുണ്ടാകുകയും അതിൽ 2 കുഞ്ഞുങ്ങൾ ജനിക്കുകയും പിന്നെ കാലത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അവരവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു. എനിക്ക് കുറച്ച് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും പതർച്ചകൾ വരുന്നെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ചെങ്കൽച്ചുള എന്ന് പറയുന്ന ഒരു ദേശം, അന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ഥലത്തെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നത്തെ ഭരണ സ്ഥിരാകേന്ദ്രത്തിന് തൊട്ട് താഴെയാണെങ്കിൽ പോലും അന്നത്തെ ഈ സ്ഥലം എന്ന് പറയുന്ന ഒരു ചതുപ്പ് നിലമായിരുന്നു, വലിയൊരു കുളമായിരുന്നു. എൻ്റെ എനിക്ക് മുമ്പുള്ള തലമുറ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനാ പറയുന്നത്. അന്ന് ഇവിടെ ഒരു ചതുപ്പ് നിലമായിരുന്നു, വലിയൊരു കുളമായിരുന്നു. 16 ഏക്കർ വരുന്ന സ്ഥലമാണ്. ഇതിനകത്ത് ഒരു ഭാഗം നിമത്തിക്കൊണ്ടാണ് ചെങ്കൽ ചൂള കെട്ടി സെക്രട്ടേറിയറ്റ് പണിതു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് ആ ചരിത്രം. അങ്ങനെ തന്നെയാണ് ആ ചരിത്രം ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്ന കുറേ ആൾക്കാർ, കിഴക്ക് നിന്നൊക്കെ വന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരികയും ഈ ചെങ്കൽച്ചൂടെ ഭാഗത്തുനിന്ന് താമസമാക്കുകയും കുറേ പേർ അവരുടെ പണി കഴിഞ്ഞ് തിരികെ പോയി. പക്ഷേ മറ്റു കുറച്ചുപേർ ഇവിടെ തന്നെ താമസിച്ചു. അന്നത്തെ ഈ സ്ഥലം അത്രയും വലിയ ഒരു വിലയുള്ള സ്ഥലമായി അന്നത്തെ സർക്കാരോ മറ്റാരും കണ്ടിരുന്നില്ല. കാരണം ഒരു ചതുപ്പ് നിലമായിരുന്നു. നമ്മുടെ ഇങ്ങനെ പട്ടണത്തിന്റെ മധ്യ സെന്ററായിട്ട് വരും, താഴ്ന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പം ഇതിന്റെ ഒരു ഭാഗത്തിന് ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഈ ശവമുറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ മനുഷ്യരെ, റോഡിൽ കിടക്കുന്ന അനാഥരായ മനുഷ്യർ, മരിച്ച മനുഷ്യർ, പട്ടി, പൂച്ച, അങ്ങനെയുള്ള എന്തെല്ലാം മൃഗജാലങ്ങളോ ആരൊക്കെയോ അനാഥമായിട്ട് മരിച്ചിട്ട് അതെല്ലാം കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു അക്കാലത്ത് ഈ ചെങ്കൽച്ചുള എന്ന് പറയുന്നത്. പക്ഷെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടു വരുന്ന മനുഷ്യർ, ഈ ദേശത്ത് വന്ന് പെട്ടുപോകുന്നവർ, എന്തിൻ്റെയൊക്കെ പേരിൽ വഴിതെറ്റിപ്പോകുന്നവരെല്ലാവരും കൂടെ വന്ന് പാർക്കുന്ന ഒരു സ്ഥലമായി പിൽക്കാലത്ത് അത് തീർന്നു. അങ്ങനെ ഉണ്ടായ ഒരു പെരുപ്പത്തിലുണ്ടായ ഒരു ചേരിയായിരുന്നു ചെങ്കൽച്ചുള എന്ന് പറയുന്ന ഈ പട്ടണം. പക്ഷേ 1975 ഇവിടെ കുറെ അയക്കിയ അനനില ആ കാലത്ത് ഇവിടുത്തെ വെള്ളപ്പൊക്കം, മറ്റു പ്രശ്നങ്ങൾ, വെള്ളക്കെട്ടൊക്കെ കാരണം അന്ന് ഇവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഇവർക്ക് കെട്ടിക്കെടുക്കാമെന്ന് സർക്കാർ അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുകയും മാറി വന്ന സർക്കാർ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും കുറച്ച് ഭാഗത്തുള്ള വീടുകൾ പണിത് വരികയും ചെയ്തു. അപ്പൊ എൻ്റെ സാക്ഷ്യത്തിന്റെ കൂടെ ഞാൻ ബാക്കി കാര്യങ്ങളോട് പറഞ്ഞേക്കാം. അങ്ങനെ എൻ്റെ അമ്മയും അച്ഛൻ്റെ പേര് തമ്പി സാറാമ്മ എന്നാണെങ്കിൽ പോലും ഇവര് ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാത്ത 2 വ്യക്തികളായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ചെങ്കൽച്ചുളയിലെ ജാതി മത വ്യവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ജാതി ഞങ്ങൾ ആരും പറയാറില്ല. ഞങ്ങൾ ആരെയും മതത്തിനെ കുറിച്ച് പറയാറില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വിവാഹങ്ങൾ ഇതിനകത്ത് നടക്കുന്നത് ഞങ്ങളുടെ ഇതിനകത്തുള്ളവർ തന്നെയാണ് ഭൂരിപക്ഷവും വിവാഹം കഴിയുന്നത്. കാരണം പുറത്തുനിന്ന് ഞങ്ങൾക്കൊരു വിവാഹാലോചന വരുവാനോ ഇവിടുന്ന് കെട്ടിക്കൊണ്ട് കുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകാനൊക്കെ മറ്റുള്ളവർക്ക് മടിയായിരുന്ന ഒരു പട്ടണമായിരുന്നു ഞങ്ങളുടേത്. അപ്പൊ ആ കാരണങ്ങളാൽ പല വിവാഹങ്ങളും ഞങ്ങളുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരും ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. പക്ഷെ വിവാഹം കഴിക്കുന്ന ആണ് പെണ്ണിനെയും, പെണ്ണ് ആണിനെയാണെന്നുള്ളത് വളരെ ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരിക്കൽ പോലും ഞങ്ങളുടെ ഇടയിൽ ജാതിയോ മതമോ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവങ്ങളുടെ പേരിൽ ഇന്നേ വരെ ഇവിടെ ആരും അടിവെച്ചിട്ടുമില്ല. അതൊക്കെ പറയുമ്പോൾ ദൈവം ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള
എന്നുള്ളതിനൊരു തെളിവ് കൂടിയുണ്ട്. ഞാനത് വരവ് ഞാൻ പറഞ്ഞു വന്നോളാം. ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളത് മാത്രമുള്ളൂ. പപ്പയുടെയും അമ്മയുടെയും കാര്യം തൊട്ട് തുടങ്ങാം. അവരൊരു നാമധേയ ക്രിസ്ത്യാനികളായിരുന്നു. പേരിൽ മാത്രം, അല്ലെങ്കിൽ പേപ്പറിൽ മാത്രം, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മാത്രം ക്രിസ്ത്യൻ എന്ന് കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ. മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് പേര് അങ്ങനെ ആയിരുന്നു. കാരണം അവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവം വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, വെട്ടുകാട് ഉത്സവം വന്നാൽ അങ്ങോട്ട് പോകും, മുസ്ലിങ്ങളുടെ ഉത്സവം വന്നാൽ അങ്ങോട്ട് പോകും. എല്ലാ കാര്യത്തിലും കൂടിക്കിടക്കുന്ന ജനമായിരുന്നു. പക്ഷേ അന്ന് ഇവിടെ ഒരു 5-6 കുടുംബങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രം ദൈവത്തെ ആരാധിക്കാൻ പോയിക്കൊണ്ടിരുന്നു. ദി പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ അവിടെ ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒന്നും അധികം ഇവിടെ നടക്കാറില്ല. പക്ഷെ അവരുടെ ഭവനത്തിലുള്ള സന്ധ്യപ്രാർത്ഥനകൾ പലപ്പോഴും ഞങ്ങൾ കുട്ടികളായിരിക്കുന്നവർക്ക് ഒരു പരിഹാസമായിരുന്നു. കാരണം അവരിങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ അത് ശക്തമായിട്ട് കൈയടിക്കുന്നു, പാടുന്നു. പാടി വരുന്ന വരികളല്ല, അവരവസാനം അങ്ങോട്ട് പോകുമ്പോൾ ഇവർ ആരാധിച്ചു വരുമ്പോൾ ഇവരുടെ കൈകൊട്ടും, ഇവരുടെ ഭാഷ മാറുന്നു, ഇവരുടെ സംസാരം മാറുന്നു. അതൊക്കെ ഞങ്ങളുടെ കളികളിൽ പിൽക്കാലത്ത് ഞങ്ങളുടെ കുട്ടികളുടെ കളിയായി മാറിയ ഒരു കാലമായിരുന്നു ആ കാലത്ത്. ഇതെന്താണ് ഞങ്ങൾക്കറിയില്ല. ആ കാലത്ത് തന്നെയാണ് അധികം സുവിശേഷ പ്രവർത്തകരൊന്നും കടന്നു വരാത്തൊരു സ്ഥലമായിരുന്നു ചെങ്കൽച്ചൂള. എൻ്റെ ഓർമ്മയിൽ റെയിൽവേയിൽ നിന്നുള്ള ഒരു അപ്പച്ചൻ ഇവിടേക്ക് വരുമായിരുന്നു സുവിശേഷം പറയാൻ. ആ അപ്പച്ചൻ ഇവിടേക്ക് വന്ന് സുവിശേഷം വരുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ്. കാരണം അപ്പച്ചൻ സുവിശേഷം പറയാൻ വരുമ്പോൾ കുറേ പൈസ കയ്യിൽ കൊണ്ടുവരും, കുറേ മുട്ടായി മറ്റ് അതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിത്തരും. കാരണം വലിയവരൊന്നും കേൾക്കാനിരിക്കാറില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ നടകളിൽ ഇങ്ങനെ ഫോട്ടോ വെച്ചിരിക്കും ദൈവങ്ങളുടെ. അപ്പം അതിൽ ഹിന്ദുക്കളുടെ വീടാണോ ക്രിസ്ത്യാനി വീടെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഹിന്ദുക്കളുടെ ദൈവങ്ങൾ കാണും, ക്രിസ്ത്യാനിയുടെ ദൈവം കാണും, പിന്നെ മുസ്ലിം അവരുടെ ഈ 3 ദൈവത്തെയും കൂടെയൊക്കെയാണ് ഞങ്ങളുടെ വരാന്തകളിൽ. ഞങ്ങളുടെ വീടിന്റെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, അതിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ക്രിസ്ത്യാനികളെ ഫോട്ടോ ഇവിടെ ഉള്ളത് കൊണ്ട് അപ്പച്ചൻ അങ്ങ് ധൈര്യമായിട്ട് കയറും. അവിടെയുള്ള കുട്ടികളെ ഞങ്ങൾ അവിടെ കൂടിയിരുന്ന് സംസാരിക്കും, പാട്ടുകളൊക്കെ പറഞ്ഞു തരും. ഞങ്ങൾ അതൊക്കെ കേൾക്കും. പക്ഷെ ഒരിക്കൽ പോലും ആ പാട്ടിന്റെ ആഴം അറിഞ്ഞു, അപ്പച്ചൻ പറഞ്ഞ സുവിശേഷം അറിഞ്ഞു അല്ല ഞങ്ങൾ കേൾക്കുന്നത്. അപ്പച്ചൻ കൊണ്ടുവരുന്ന മുട്ടായികൾ, അല്ലെങ്കിൽ അപ്പച്ചൻ ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പൈസകളൊക്കെ ഞങ്ങൾക്ക് തരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്ന. പക്ഷേ അത് കഴിഞ്ഞ് 1990-91 കാലഘട്ടങ്ങളിലാണ് ഇവിടെ ദൈവദാസന്മാരുടെ വലിയൊരു ശക്തമായ ഒരു ഒഴുക്കുണ്ടായ ഒരു സാഹചര്യമാണ്. ഇതിനകത്തു നിന്ന് തന്നെ ഒരു 10-11ഓളം ദൈവമക്കളെ കൂടി ചേർന്നുകൊണ്ട് അവരിവിടെ ഒരു ആരാധനാലയം ആരംഭിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സാമുവേൽ എന്ന് പറഞ്ഞൊരു അങ്കിള്, പിന്നെ പാസ്റ്റർ ഏലിയാസ്, പാസ്റ്റർ കുഞ്ഞപ്പി പാസ്റ്റർ, പാസ്റ്റർ ഫ്രാൻസിസ്, പാസ്റ്റർ ജോർജ് കുട്ടി, പാസ്റ്റർ ബാബു, പിന്നെ പാസ്റ്റർ ദാസ് പാസ്റ്റർ, പിന്നെ നമ്മുടെ മനുവേൽ അപ്പച്ചൻ, ഇങ്ങനെ പറയുന്ന കുറേ നമുക്ക് അന്നത്തെ കാലത്തുള്ള കുറച്ച് ദേവദാസന്മാരും കൂടെ ചേർന്ന് ചെറിയ അവരുടെ വീടുകൾ തുടങ്ങിയൊരു കൂട്ടായ്മയാണ്. പിൽക്കാലത്ത് ആ കൂട്ടായ്മകളെ കുറിച്ച് ഞാൻ വീണ്ടും പറയാം. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ വീണ്ടും വരാം. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ 2 സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ രാത്രികാലം ദൈവം എന്നെ എന്തിനീ സാക്ഷ്യത്തിന് തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനികളുടെ മുമ്പേ ദൈവം പോക്ഷത്വമുള്ള എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ജീവിതത്തിൻ്റെ ആ കാലഘട്ടം തുടങ്ങുമ്പോൾ ഞാൻ കണ്ടു വളരുന്ന ചെങ്കൽച്ചൂള മറ്റൊരു ഒരു ചെങ്കൽച്ചൂളയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുപാട് സ്നേഹവും സന്തോഷവും തരുന്ന ചെങ്കൽച്ചൂള, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചെങ്കൽച്ചൂള. പക്ഷെ ആ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഒറ്റ രാത്രി കൊണ്ട് തീർക്കുന്ന ചെങ്കൽച്ചൂള. കാരണം ഇന്ന് രാത്രി ഒരു പ്രശ്നമുണ്ടായ നാളെ നേരം പുലരുമ്പോൾ ആ അടുത്ത വീട്ടിലുള്ള ഒരാള് ഉറക്കം എഴുന്നേൽക്കാൻ താമസിച്ചാൽ അതിന്റെ കഥകൾ തട്ടി അവരെന്തുകൊണ്ടാണ് ഉറക്കം എഴുന്നേൽക്കാതെ എന്ന് തിരക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു സ്ഥലമാണ്. അപ്പം അത്രമാത്രം വൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇവരുടെ മനസ്സിൽ, ഇവരുടെ നെഞ്ചിൽ അവർ വെച്ചുകൊണ്ടിരിക്കാറില്ല. ഇവിടെ പ്രശ്നങ്ങൾ കണ്ടാൽ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ് ഞങ്ങൾ, ഉച്ചത്തിൽ ചിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ വലിയ ശബ്ദങ്ങളോടുകൂടി ഞങ്ങൾ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നവരാണ്. കാരണം ഇത്രയും ജനം ഉള്ള ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു ജനസമുദ്രം എന്ന് തന്നെ പറയാം. 8,000-ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം 1200 വീടുകളുണ്ട്. 16 ഏക്കർ എന്ന് പറഞ്ഞ് ഇന്ന് വെട്ടിച്ചുരുക്കി 15.26 ആയിട്ടുണ്ട്. അതിനകത്ത്
ഇത്രയും മനുഷ്യർ പാർത്തു വരുന്നൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ കാര്യത്തിലുള്ള വീണ്ടും ഞാൻ കിടക്കാം. എനിക്കെപ്പോഴും എൻ്റെ ചെങ്കൽച്ചുളയെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എന്നെക്കാളും കൂടുതൽ പറയുന്നത് ചെങ്കൽച്ചുളയാണ്. എൻ്റെ പേര് ധനുജ കുമാരി എന്നാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ വളർന്നു വരുന്ന സാഹചര്യം തൊട്ട് എന്നെ ചിന്തിപ്പിച്ച കുറേ കാര്യങ്ങൾ. ഞങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. തമ്പാനൂർ യുപിഎസ് എന്നാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. ആ സ്കൂളിൽ ഞങ്ങൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ തന്നെ 50, 55, 60 പിള്ളേരോളം വരുന്ന സ്കൂളാണ് അവിടെ പഠിച്ചത്. അപ്പം 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ ഞങ്ങളുടെ തൊട്ടടുത്താണ് ആ സ്കൂൾ. ആ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികളാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഒരിക്കൽ പോലും അവിടെ ആ സ്കൂളിൽ ഒരു വേർതിരിവോ ഒരു വിവേചനമോ ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ഭൂരിപക്ഷമുള്ളിടത്ത് എന്ത് വിവേചനം, എന്ത് വേർതിരിവ്? കാരണം അധ്യാപകർക്ക് പോലും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ എനിക്കന്ന് എൻ്റെ ചെങ്കൽച്ചൂള പുറത്ത് ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഇങ്ങനെയാണ്, മറ്റുള്ളവർക്ക് പേടി സ്വപ്നമാണ് എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞു പ്രായമല്ല. പക്ഷെ ടീച്ചർമാർക്ക് അറിയാമായിരിക്കാം. അപ്പം അതുകൊണ്ട് ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കാതെയും ഞങ്ങളെ സ്നേഹിച്ചൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്ത് സ്കൂളിൽ പോയതായിരിക്കാം എന്നെൻ്റെ ചിന്തയിൽ എനിക്കിപ്പോൾ തോന്നിയ കാര്യം പറയുന്നതാണ്. അന്നത്തെ അവരുടെ ചിന്തയായിരിക്കാം അത്. പക്ഷേ 7-ാം ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ തുടർ പഠനത്തിനായി പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തല്ല, ഞങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള മറ്റ് സ്കൂളുകളിലേക്കാണ്. ഞങ്ങൾ തുടർ പഠനത്തിനാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് നമ്മുടെ കുഞ്ഞു മനസ്സിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര് തമ്പാനൂർ യുപിഎസ്. തമ്പാനൂർ യുപിഎസ് എന്ന് പറയുമ്പോൾ അതിനൊരു വീട്ടുപേര്, അല്ലെങ്കിൽ ആ സ്കൂളിനൊരു നമ്മുടെയൊക്കെ വീടുകൾ ഒരു പേരിൽ അറിയപ്പെടുമല്ലോ. അപ്പൊ അതുപോലെ ഒരു പേര് ആ സ്കൂളിനുണ്ടായിരുന്നു. ആ സ്കൂളിന്റെ പേരാണ് അറപ്പുരയ്ക്കൽ സ്കൂൾ എന്നാണ് ആ സ്കൂളിന്റെ പേര്, അറപ്പുരയ്ക്കൽ. പക്ഷേ ഈ സ്കൂളിനെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അലപ്പറ സ്കൂളാണെന്നാണ്. ഈ അലപ്പറ സ്കൂൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം 8-ാം ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ ഫസ്റ്റ് ദിവസം തന്നെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് ചോദിക്കും, ടീച്ചർ ചോദിക്കും നിങ്ങളുടെ പേരെന്താ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നേരത്തെ പഠിച്ച സ്കൂൾ എന്താ ഒക്കെ ചോദിക്കുമ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് പറയുന്നത് ഒരിക്കലും തമ്മാനൂർ യുപിഎസ് എന്നല്ല, ഞാൻ പെട്ടെന്ന് പറയുന്നത് അലപ്പറ സ്കൂൾ എന്നാണ്. പിൽക്കാലത്താണ് ആ അലപ്പറ സ്കൂളിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്. ഈ അറപ്പുര സ്കൂളിൽ ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ചിരികൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളിങ്ങനെ വലിയ ശബ്ദത്തോട് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഒന്നും ഞങ്ങൾ ഉള്ളിലൊതുക്കാത്ത മനുഷ്യരാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ, കുട്ടികൾ പോകുമ്പോൾ കുട്ടികളുടേതായ ചിരി, കളി, ഇങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പോകുന്ന കൂട്ടത്തോടെ പോവുകയും വരികയും ചെയ്യുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചെങ്കൽച്ചൂളയുടെ തൊട്ടടുത്തുള്ള ഒരു റോഡിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആ രണ്ട് ഒന്നിനെ ചേരിയായിട്ട് കണ്ട് ഒന്ന് അപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യർ അവരെന്തോ സമൂഹത്തിന്റെ നല്ല മനുഷ്യരാണെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇട്ടിരുന്ന ഒരു ഇരട്ട പേര്, അല്ലെങ്കിൽ ഒരു പരിഹാസത്തിന്റെ പേരായിരുന്നു ഈ അറപ്പുര സ്കൂൾ എന്നതിനെ അലപ്പറ സ്കൂൾ എന്നാക്കിയത്. സത്യത്തിൽ ഞാനിതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വിഷമവും. കാരണം ഒരു സമൂഹത്തിന്, ഒരു വിദ്യാലയത്തിന്, ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ പിന്നെ ഒരു ചേരിയുടെയും നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഞങ്ങളെ മാറ്റി നിർത്തുന്നു. ആ വിദ്യാലയത്തിന് അവർ കൊടുക്കുന്ന മറ്റൊരു പേര്, ഇതൊക്കെ എനിക്ക് ചിന്തിക്കാനുള്ള പ്രായം വന്നില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് അത്രമാത്രം ആഴത്തിൽ വന്ന മുറിവുകളായിരുന്നു അതൊക്കെ. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ എല്ലാവരും അത് ചിന്തിക്കണമെന്നില്ലായിരിക്കാം. ചിലപ്പോൾ ചിന്തിച്ചവർ കാണും ഞങ്ങളുടെ കൂട്ടത്തിൽ. അതൊന്നും അവർ പുറത്തു പറയാൻ ചിലപ്പോൾ ഒരു മടി കാണിച്ചവരാ. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുഞ്ഞുനാൾ തൊട്ടേ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം ഞാൻ എന്തിനും ഏതിനും സംശയം ചോദിക്കുന്ന ഒരാള്, എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് അവർ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ അതിന് പറഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവ രീതി എന്നിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിതിങ്ങനെ ചിന്തിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ പറയുന്നത്? ഓക്കെ, അത് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ 8-ാം ക്ലാസ്സിൽ വരുന്നു. 8-ാം ക്ലാസ് എൻ്റെ പഠന സമയത്ത് സ്കൂളിൽ പോകുന്നു. അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടികൾ, അല്ലെ മറ്റു കുട്ടികളെ പറയുന്നില്ല, ഞാനെന്ന ഉദാഹരണം തന്നെ കാണിക്കാം. ഞാൻ അടുത്ത സ്കൂളിൽ പോകുന്നു പഠിക്കാൻ. അപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളാണ്. കാരണം അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് നമുക്ക് നല്ല ബുദ്ധിയും, സമൂഹത്തിൽ നമ്മൾ നാളെ ആരായിത്തീരണം, നമ്മൾ എന്തായിത്തീരണമെന്ന് നമ്മുടെ മനസ്സിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നമ്മളത് മനസ്സിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കണം. നമ്മളെ ബുദ്ധിയോടുകൂടി അത് പഠിച്ച് അത് മുൻപോട്ട് വരാൻ നോക്കണം. 8-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ 1990 വരെ ഈ ചെങ്കൽച്ചുള എന്നുള്ള കുട്ടികൾ അധികം SSLC ഒന്നും പഠിച്ച പിള്ളേരില്ല. എല്ലാം ഒരു വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ കാണത്തുള്ളൂ. കാരണം അതിന് ഏറ്റവും വലിയ കാരണം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയത്,
4 5 ഇപ്പോൾ ഈ 10, 60 കുട്ടികൾ 7ാം ക്ലാസ് പഠിച്ച് പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികളുടെ SSLC എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 7ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്. കാരണം അത് കഴിഞ്ഞ് അവർക്ക് തുടർ പഠനത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെങ്കൽച്ചുള്ള കുട്ടികൾ എന്ന രീതിയിൽ മറ്റ് സ്കൂളുകളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ തരാൻ മടിച്ചു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ചില മാതാപിതാക്കൾ അവർക്ക് അഡ്മിഷൻ വേണമെന്നും പറഞ്ഞ് ആ സ്കൂളിൽ കൊണ്ടുപോകും. അതിൽ 5, 6 കുട്ടികൾ തുടർ പഠനത്തിനായി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ സ്കൂള്, പുതിയ കൂട്ടുകാരും സ്തോത്രം, സ്തുതിക്കുന്നു ദൈവത്തെ, വാഴ്ത്തുന്നു. പുതിയ കൂട്ടുകാർ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ 2 കുട്ടികളാണ് അടുത്തടുത്തിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ബാഗ് ഒന്ന് തട്ടി താഴെ ഇടുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു പെൻസിൽ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെൻസിൽ എടുക്കുന്നു. നമ്മൾ 2 കുട്ടികൾ തമ്മിൽ അടി കൂടുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കുട്ടികൾ തമ്മിൽ അടി കൂടിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ടീച്ചർമാർ വരുമ്പോൾ എന്താ ചോദിക്കുന്നത്, അവർ ചോദിക്കും നമ്മളോട് എന്താണ് വിഷയമെന്ന്. പക്ഷേ ഈ നമ്മൾ കുട്ടികൾ അടിയുന്ന ടീച്ചർ നടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് എന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെങ്കൽച്ചുള്ള ഒരു കുട്ടിയായിരിക്കാം, എതിർഭാഗത്ത് നിൽക്കുന്നത് പുറത്തുള്ള ഒരു കുട്ടിയായിരിക്കാം. ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ ടീച്ചർ അവിടെ എന്ത് വിഷയമെന്ന് ചോദിക്കുന്നില്ല. അവരിങ്ങനെ മുദ്ര കുത്തുകയാണ്. അവർ വന്നിടം പറയുന്ന ആദ്യത്തെ വാക്ക്, ഈ കുട്ടി കോളനിയിലെ കുട്ടിയാണ്, നിങ്ങൾ എന്തിനാ ഈ കുട്ടിയുടെ കൂട്ടുകൂടുന്നത്? സത്യത്തിൽ ഒരു കൊച്ചു കുട്ടി എന്നുള്ള നിലയ്ക്ക് മനസ്സിനകത്ത് നമുക്ക് നമ്മൾ ഒറ്റപ്പെടുന്ന സ്ഥലം നമ്മൾ ആരും പോവാൻ ആഗ്രഹിക്കില്ല. ഭയങ്കരമായിട്ട് അതൊരു മുറിവാണ്. എത്ര പഠിച്ചാലും പിടിച്ച് ബാക്ക് ബെഞ്ചിലിരുത്തും നമ്മളെ. ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറയും. പിന്നെ നമ്മൾ അവിടെ ഒരു ചോദ്യചിഹ്നമാകുന്നു. പിന്നെ അവിടെ 10, 60 കുട്ടികളോട് ഞങ്ങളുടെ 5, 6 കുട്ടികൾ കാണും. നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു, ഒറ്റപ്പെടുന്നു. എനിക്കറിയില്ല എന്താണ് ആ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊന്നും എനിക്ക് ചിന്തിക്കാനുള്ള കഴിവെന്നില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് അവിടെ പോകാൻ മടിച്ചു. അച്ഛനോട് അമ്മമാരോടൊക്കെ പിന്നെ ക്ലാസ്സുകളിൽ ചെല്ലാം, അമ്മയെ ചെല്ലാൻ പറയും, അച്ഛനെ ചെല്ലാൻ പറയും. കൊണ്ടുപോയാലോ ഞങ്ങളെക്കുറിച്ചുള്ള 100 കുറ്റങ്ങൾ പറയും. ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിള്ളേരുടെ മോശമായി പെരുമാറുന്നു, കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല, ഈ കുട്ടി അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അന്നത്തെ അച്ഛനമ്മമാർ കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തെ അന്ന് അവർക്ക് അത്രയും പഠിക്കണം എന്നുണ്ട്. അവരുടെ ഒരു ഒരു തീരുമാനം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബസ്സിന്റെ ബോർഡെങ്കിലും എൻ്റെ മക്കൾ വായിക്കാൻ പഠിച്ചിരിക്കണം. കാരണം അവർക്ക് അന്ന് അത്രയും വായിക്കാൻ എഴുതാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ചിന്ത അതെയാണ്. ഞങ്ങൾ ഇല്ല, ഇനി അവിടെ പോകുന്നില്ല, ഞങ്ങളുടെ പഠിത്തങ്ങൾ അങ്ങനെ അങ്ങ് മാറിപ്പോകും. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് വന്ന ഒരു 4, 5 കുട്ടികളാകും. അത് ഞാൻ അവിടെ ആ പഠനത്തെ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പേ എന്നെ ഇവിടെ സാക്ഷിയായിട്ട് ഇരിക്കാൻ ദൈവത്തിൻ്റെ കൃപ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പുസ്തകത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നത്, ദൈവത്തിനാണ് എല്ലാ മഹത്വം. ദൈവം അങ്ങനൊരു പുസ്തകം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പ് ഇന്ന് സാക്ഷി പറയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠിച്ചത് 2, 3 സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത്. ഒന്ന് ഞാൻ പഠിച്ചത് കൊല്ലത്തുള്ള 4, 5 ക്ലാസ്സുകളിൽ പഠിച്ചത് കൊല്ലത്തുള്ള CSIയുടെ ഒരു ബാലികാ മന്ദിരത്തിലാണ് ഞാൻ പഠിച്ചത്. അമ്മയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ എന്നെ നേരെ കൊണ്ട് ബോർഡിങ്ങിലാക്കും. അപ്പൊ 2 വർഷം കഴിഞ്ഞ് ഇവർ തമ്മിൽ സ്നേഹത്തിലാകുമ്പോൾ വീണ്ടും എന്നെ അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പൊ 4, 5 ക്ലാസ്സുകൾ ഞാൻ അവിടെ പഠിക്കുന്നു. അവിടുത്തെ പഠനം എനിക്ക് വലിയ ഒരു ഗുണം ചെയ്തു. കാരണം അവിടെ ഞാൻ പഠിക്കുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ബോർഡിംഗ് ആണ്. അവർ നമ്മളെ ഭക്ഷണം കഴിക്കാനായിരുന്നാലും നമ്മളെ പഠനത്തിനായിരുന്നാലും ഡിസിപ്ലിനിലായിരുന്നാലും നമ്മളെ കുറേയൊക്കെ പഠിപ്പിക്കുന്നവരാണ്. അപ്പം അവിടെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കുസൃതികളൊക്കെ കുറയാനും നമ്മുടെ നല്ലതായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങളൊക്കെ നമ്മളെ എന്തെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നമ്മളോട്, അവിടുത്തെ മേഡനൊക്കെ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്നൊരു പേപ്പറിൽ എഴുതാൻ പറയും. അപ്പം ഞാൻ ഒരു കുട്ടിയല്ലേ, എന്തായിരുന്നെന്ന്, എന്താ കുറ്റം? കുട്ടികളുടെ ജീവിതത്തിൽ വന്ന കുറ്റം എന്താ? 2 കുട്ടികൾ തമ്മിൽ അടികൂടി, അല്ലെങ്കിൽ അവളുടെ ബുക്ക് എടുത്ത് ഞാൻ ഒളിച്ചു വെച്ചു, അല്ലെങ്കിൽ ഞാനാണ് കയറിയ കള്ളം പറഞ്ഞ് അവൾക്ക് അടി വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ എഴുത്ത്. അത് ഒന്ന് 4, 5 കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ആ സിസ്റ്റേഴ്സ് പിറ്റേന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും പറയും, നിങ്ങൾ എഴുതിയ പേജിലുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് അത് എത്ര എണ്ണം നിങ്ങൾ എഴുതിയത് പിന്നെ ശരിയാണെന്ന് ശരിയിടുക. നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യം, ഇന്നൊരു കുട്ടിയുടെ ബുക്ക് കീറി, നാളെ നിങ്ങൾ അത് കീറിയോ, അല്ലെങ്കിൽ അവളോട് പറഞ്ഞു ഞാനാണ് കീറിയ എങ്കിൽ നിങ്ങൾ അത് ഏറ്റു പറഞ്ഞെങ്കിൽ അത് പറഞ്ഞു. അപ്പൊ ആ വിഷയത്തിൽ നമ്മളൊരു ശരിയിടാൻ പറയും. പക്ഷെ ഞാൻ ഒരിക്കലും ശരിയിട്ടില്ല. കാരണം ഒരു കുട്ടിയല്ലേ, 4, 5 കാര്യങ്ങൾ എപ്പോഴും തെറ്റിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ആ എഴുത്ത് പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ എഴുത്തിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചെങ്കൽച്ചുള്ളക്കാർക്കൊന്നും ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഞങ്ങളുടെ തൊട്ടടുത്തുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ ചെങ്കൽച്ചുള്ള കുട്ടികൾക്ക് കയറാൻ പാടില്ലാത്ത സ്ഥലമാണല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ചേരിയുടെ കുട്ടികളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ അവിടെ കയറണമെന്നോ അവിടെ കയറി ബുക്കെടുത്ത് വായിക്കണമെന്നോ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ സ്ഥലത്തൊന്നും പോകാൻ പറ്റത്തില്ല.
അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് വീണ്ടും ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് പഠിക്കുന്നു. അപ്പം പിന്നെ എൻ്റെ വായന എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ആകെക്കൂടെ വായിക്കുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള അമ്മമാര്, അച്ഛന്മാരൊക്കെ ഇന്ന് ഈ പാട്ട, കുപ്പിയൊക്കെ പെറുക്കാൻ വേണ്ടി ആക്രി കച്ചവടത്തിന് വേണ്ടി അവര് പുറത്ത് പോകാറുണ്ട്. അപ്പൊ അവരവിടെ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന ബുക്കുകളെന്ന് പറയുമ്പോൾ വനിത, പിന്നെ മകളാര, വനിത, നാന, ചലച്ചിത്രം, ചിത്രഭൂമി ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഈ 1 വർഷം, 2 വർഷം ആയ പുസ്തകങ്ങൾ അവർ കെട്ടുകണക്കിന് കൊണ്ടുവരും. ബാലരാമ, പൂമ്പാറ്റ, പിന്നെ മംഗളം, മനോരമ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ കെട്ടുകണക്കിന് കൊണ്ടുവരുന്ന അവര് വായിച്ച് കഴിഞ്ഞ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ ഞാൻ ഓടിച്ചെന്ന് എടുക്കുകയും അത് ഒറ്റയിരുപ്പിരുന്ന് വായിച്ചു തീർക്കാൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് മംഗളം, മനോരമയൊക്കെ ഞാൻ എല്ലാ ആഴ്ചയും വാങ്ങിച്ചു വായിക്കും. അമ്മ, പപ്പയൊക്കെ ഞങ്ങൾക്ക് അന്ന് 3 രൂപ തരും കാപ്പി കുടിക്കാൻ. അപ്പൊ എൻ്റെ അനുജന് 1.5 രൂപ, എനിക്ക് 1.5 രൂപയാണ് കാപ്പി കുടിക്കാൻ തരണെ. അന്നത്തെ ഒരു മനോരമയുടെ മംഗളത്തിന്റെ വില എന്ന് പറയുമ്പോൾ 1 രൂപ 20 പൈസയാണ്. ആ 1 രൂപ 20 പൈസ അനുജന്റെ പൈസ എടുത്ത് ഞാൻ ഈ മാസികകൾ വാങ്ങും. അപ്പോൾ ഈ മാസികകൾ ഞാൻ വാങ്ങിച്ചു വായിക്കുമ്പോൾ അനുജന് പാവം ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. പിന്നെ ഈ 1.5 രൂപയിലുള്ള കാര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യങ്ങൾ ചെയ്തത്. അനുജൻ എന്നോട് വളരെ സ്നേഹമുള്ള ഒരു അനുജനായിരുന്നു. എന്നെ പേടിയുള്ള ഒരു അനുജനായിരുന്നു. ഈ ചേരിയിലൊക്കെ ജീവിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് തമ്മിൽ സഹോദര ബന്ധം, വലിയൊരു സഹോദര ബന്ധം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അവൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതി ആയി. ഞാൻ അവന്റെ കാര്യത്തിലോട്ട് കടന്നു വരാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ വായന പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 9ാം ക്ലാസ് പഠനം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഒരു ഫ്ലാറ്റ് അമ്മയ്ക്കുണ്ട്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മുറി, സർക്കാർ വെച്ച് കൊടുക്കുന്ന ഒരു കെട്ടിടം. നമ്മുടെ ഇവിടെയൊക്കെ അതിനെ ലക്ഷം വീടെന്നും അല്ലാതെ ഉള്ള ചേരി നിർമ്മാർജ്ജന പദ്ധതി കിട്ടുന്ന വീടെന്നൊക്കെ പറയും. അമ്മയ്ക്കൊരു വീടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അനുജൻ അനി, അവൻ അന്ന് ഈ കോളനിയിലുള്ള ചില അടിപിടി കേസുകളിലൊക്കെ പ്രതിയാവുകയും പിന്നെ നിരന്തരം അവന്റെ മേൽ കേസുകൾ വരികയും പ്രശ്നക്കാരനായി തീരുകയും ഒക്കെ ചെയ്തു. ആ ഒരു വീട് അമ്മ ഒറ്റിവെക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടമില്ല. ഒറ്റിവെച്ചാണ് അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ബന്ധുത്വമുണ്ട്. പപ്പയ്ക്ക് ഇവിടെ ബന്ധുക്കളൊന്നുമില്ല. പപ്പയുടെ അമ്മയും 3 സഹോദരങ്ങളും 4 സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും പറയത്തേക്ക ആൾക്കാർ. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ബന്ധുജനമുണ്ട്. പക്ഷെ ആരും ഞങ്ങളെ അവരുടെ ആരുടെ വീട്ടിലും ഒരു അന്തിയിരുട്ടിന് കിടത്താറില്ല. കാരണം സഹോദരനെ തിരക്കി നിരന്തരം പോലീസ് വരും. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ വീടല്ലേ. പിന്നെ നമ്മുടെ പ്രാരാബ്ധം. ഞാൻ പറഞ്ഞല്ലോ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ പഠനം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നു. അക്കാലത്തൊക്കെ നമ്മൾ ഈ ഇവിടുത്തെ ഒരു സാഹചര്യം അന്ന് നിലനിന്നിരുന്നത് ഇന്നില്ല. അന്ന് നിലനിന്നൊരു സാഹചര്യം, ഞങ്ങൾ 15 വയസ്സ് 16 വയസ്സിലെ വിവാഹം കഴിയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇന്നതില്ല. പക്വതയില്ലാത്ത പ്രായത്തിൽ തൊട്ടടുത്തുള്ള ഒരാളെ തന്നെ ഞാൻ സ്നേഹിച്ചു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ഞാൻ വിവാഹം കഴിച്ചു. പുള്ളിക്കന്ന് 19 വയസ്സ്, എനിക്കന്ന് 16 വയസ്സ്. പക്വതയില്ലാത്ത രണ്ടുപേർ ചേർന്നുള്ള വിവാഹ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. 2 കുട്ടികൾ ഉണ്ടാകുന്നു. 1 വയസ്സിന് പോലും എളുപ്പമില്ലാത്ത 2 കുഞ്ഞുങ്ങൾ. ആ 2 കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല. വീടില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. എനിക്കറിയില്ല എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നെന്നും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പൊതുസമൂഹത്ത് എൻ്റെ ചെങ്കച്ചുളയിൽ ഞാൻ അന്ന് ഞങ്ങളുടെ കൂട്ടുകാരയിൽ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ളതല്ല, അത്യാവശ്യം കാണാനൊക്കെ കുറച്ച് ഇതൊക്കെ ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഏത് കാര്യത്തിനും മുൻപിൽ നിന്ന് ആരെയും എതിർത്ത് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ഡാൻസർ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡാൻസ് മാത്രം കണ്ട് സ്നേഹിച്ചിറങ്ങിപ്പോയ ഒരാളാണ്. കുട്ടിയല്ലേ, കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അവരിൽ കാണുന്ന മറ്റൊന്നും, ഭാഗികമായിട്ടുള്ള മറ്റൊരു സൗന്ദര്യവും ഞാൻ അന്ന് കണ്ടിട്ടില്ല. പുള്ളി ഒരു ഡാൻസർ ആയതുകൊണ്ട് ആ ഡാൻസ് മാത്രം ഇഷ്ടപ്പെട്ട് മറ്റെല്ലാവരുടെക്കാളും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി പോയി. പക്ഷേ പുള്ളി ഞാനും പുള്ളിയുമായിട്ട് പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യമുള്ളവളും കുറച്ചുകൂടെ അന്ന് വലിയ ദൈവം നമ്മളെ ഒരു പക്ഷെ പുള്ളി കുറച്ച് മെലിഞ്ഞിട്ട ഒരാളായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ പലരെ വിവാഹം കഴിഞ്ഞു. പക്ഷെ അവരുടെ ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുറത്ത് പറയാനൊന്നുമില്ല. പുള്ളി ഒരു മദ്യപാനിയായിരുന്നു. എനിക്ക് തരാനൊന്നുമില്ല. നിരന്തരമായ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് കിടക്കാൻ വീടില്ല. 2 ആൺമക്കൾ. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു പോകുമോ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ആരെന്നുള്ള അഹങ്കാരത്തിൽ ജീവിച്ച ഞാൻ എല്ലാത്തിലും തോറ്റു പോകുന്നുള്ളൊരു ഭയം വന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് അമ്മ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വന്ന് എന്നെ നോക്കി. എന്നെയും 2 മക്കളുമായിട്ട് എവിടെ കിടക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനൊരു ഉദാഹരണമാണ് എൻ്റെ അമ്മ എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ
എൻ്റെ അമ്മാവി ഒരു ചെറിയൊരു ഇവിടെ ഒരു ഓല ഷെഡിലാണ് താമസിച്ച. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടെയൊക്കെ തന്നെയാണ് എന്നെ സ്വീകരിച്ചത്. പക്ഷേ ഞാനീ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണല്ലോ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കന്ന് കോൺക്രീറ്റ് പണിക്കൊക്കെ പോകുന്നവരാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അന്നത്തെ ഒരു ഉപജീവനമാർഗ്ഗം അതായിരുന്നു കൂടുതൽ. സ്ത്രീകൾ പോകുന്നൊരു പണിയായിരുന്നു. അപ്പോൾ ഇവർ ഈ ഫോറിൻ ലുങ്കികളൊക്കെയാണ് അന്ന് ഉപയോഗിക്കുന്ന. ഈ കൈലികളെല്ലാം ഇങ്ങനെ അശയെ കിടക്കുകയായിരുന്നു. ഞാൻ ഈ വിളക്ക് പകൽ പോലും അവിടെ വിളക്കെടുത്താലേ നമുക്ക് അകത്തോട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ. ഈ വിളക്ക് കത്തിച്ച് വിളക്കും കൊണ്ട് അകത്തോട്ട് കയറുന്ന വഴിക്ക് ഈ ഡ്രസ്സിൽ ഇതങ്ങ് കത്തിപ്പിടിച്ചു. വീടത്രയും കത്തിപ്പോയി. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് ഒരു അവരൊക്കെ പെന്തക്കോസുകാരാണ് അപ്പോഴും. പക്ഷെ എങ്കിലും ചിലരുടെയൊക്കെ മനസ്സിലാണ്. അപ്പം മരുമകൾ വന്നു കയറിയപ്പോൾ തന്നെ വീട് കൂടെ കത്തിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. ആ അവരുമായിട്ട് പിണങ്ങി. അന്ന് മൂത്ത മകന് 4 മാസം ഗർഭിണി. അമ്മയായിട്ട് പിന്നെ ഞങ്ങളിപ്പം മിണ്ടുന്നത് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. 34 വർഷം ആ പിണക്കം ഇങ്ങനെ നീണ്ടുപോയി. കാരണം അവരുടെ മനസ്സിൽ അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നിരന്തരമായ എൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം, മദ്യപിച്ചുകൊണ്ട് വരിക, നമുക്ക് ആഹാരം തരാതിരിക്കുക, അങ്ങനെ എല്ലാ തരത്തിലും എനിക്ക് ഭയങ്കര വിഷയമേ. അങ്ങനെയാണ് ഞാൻ 1994 രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടേക്കെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം പെന്തക്കോസ്തായിരുന്നു. അപ്പം സത്യത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് രക്ഷ എന്തെന്ന് അറിഞ്ഞുകൂടാതെ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. കാരണം അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പെന്തക്കോസ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് കൂടി നിർത്തുമെന്ന് വിചാരിച്ചാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ പുള്ളിയും ഞാനും ഒക്കെ ഒരുമിച്ചാണ് സ്നാനപ്പെടാഞ്ഞത്. പക്ഷെ ഞാൻ സ്നാനപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് പുള്ളി സ്നാനപ്പെട്ട് 1 മാസം ആവും മുമ്പേ തന്നെ പിന്മാറ്റത്തിൽ പോയി. വീണ്ടും മദ്യപാനമായി. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ നിരന്തരം. ഇതിനാളിടയ്ക്ക് എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ, അതും കൂടെ ഞാൻ പറയാം. എൻ്റെ എഴുത്തിന്റെ ആകെക്കൂടെ ബലം നേരത്തെ എഴുതുകയും വായിക്കുകയൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടോ ഒരു മുറിയോ ഒരു മേശയോ ഒരു ബുക്കോ ഒരു ഡയറിയോ ഒന്നും ഉള്ള ഒരാളല്ല. പിന്നെ ഞാൻ എഴുതുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിരന്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പിന്നെ അത്യാവശ്യം ഇവര് പരാതികളൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിനിരുന്ന ഒരു പരാതിക്കാരിയായി മാറി. പിന്നെ ഞാൻ പെറ്റീഷനൊക്കെ എഴുതും. സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പെറ്റീഷനൊക്കെ എഴുതാറുന്ന ഒരാളായി മാറി തുടങ്ങി. അങ്ങനെ ഇതിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ട് ഭർത്താവിന്റെ മദ്യപാനം, ജീവിതത്തിൽ എനിക്കൊന്നും പറ്റുന്നില്ല, എന്ത് ചെയ്യും? പിന്നെ എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായി. എല്ലായിടത്തു നിന്നും പരിഹാസം. ഞാൻ നേരെ 2 മക്കളെയും കൊണ്ട് എറണാകുളത്ത് പോയി. എറണാകുളത്ത് പോകാൻ വേണ്ടി പോയതല്ല. ഇവിടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോലെ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ ഞാൻ കയറുന്നു. അത് എറണാകുളം വരെ ആ ട്രെയിനുള്ളൂ. അപ്പൊ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എവിടെയെങ്കിലും പോയി മരിക്കുക. എന്നെ എൻ്റെ മക്കളുടെ ബോഡി പോലും എൻ്റെ ഭർത്താവോ എൻ്റെ അമ്മയോ ആരും കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. പക്ഷേ ഞാൻ ചെന്ന് കയറിയ ട്രെയിൻ എറണാകുളം വരെ ഉള്ളായിരുന്നു. അതിനകത്ത് 2 സിസ്റ്റർമാരുണ്ടായിരുന്നു, പള്ളിയിൽ പോകുന്ന കന്യാസ്ത്രീമാര്. അപ്പൊ എനിക്ക് ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ബോധം. ഈ മരിക്കാൻ പോകുന്ന ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരു ചിന്ത. ഞാൻ ഇവരോട് ചോദിക്കണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും അനാഥ മന്ദിരമുള്ളത് അറിയാമോ എന്ന് ചോദിച്ചു. എന്നെ എൻ്റെ കുട്ടികളെ നിർത്താൻ. അപ്പൊ അവര് പറഞ്ഞില്ല സിസ്റ്റർ, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാവശ്യമായിട്ട് ഞങ്ങൾ എറണാകുളം വരെ പോകുന്നതാണ്. എറണാകുളം വരെ ട്രെയിനുള്ളൂ. എന്ത് ചെയ്യും? അവരൊരു 100 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഈ 100 രൂപയുമായി ഞാൻ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടുന്ന് ഒരു ഓട്ടോ പിടിക്കുന്നു. എങ്ങോട്ട് പോകണമെന്നറിയില്ല. അന്നൊരു വിഷു ദിവസമായിരുന്നു. ആ ദിവസം ഞാൻ എടക്കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കടലും കായലും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. അതിന് നടുക്കൊരു പാലമുണ്ട്. അവിടെ പോയി ചെന്ന് ഞാനിങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ ഇത് കാണുന്നു. ഓട്ടോക്കാരനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം മരിക്കണമല്ലോ. ഞാൻ അവിടെ ഇറങ്ങുന്നു. അവിടെ പോകണമെന്നോ ആ സ്ഥലത്ത് ഇങ്ങനെ കായലുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഈ സ്ഥലം കാണുന്നു. അവിടെ നിർത്തുന്നു. അവിടെ നിർത്തി. അപ്പൊ അദ്ദേഹത്തോട് പറയണ്, ഇങ്ങനെ കന്യാസ്ത്രീമാരുടെ പള്ളി എന്തെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ വഴിക്ക് ഇയാൾ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ കടലും കായലും എന്ന് പറഞ്ഞ ഈ പാലത്തിനോട് എത്തുന്നു. ഞാൻ ഇറങ്ങുന്നു. ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് അദ്ദേഹം പോയി. പക്ഷേ ഈ 2 കുട്ടികളെയും വെച്ച് ഞാൻ നിൽക്കുന്ന ഒരു വേഷം കണ്ട് 1-2 പ്രാവശ്യം അതുവഴി ഒരു പോലീസ് ജീപ്പ് പോവുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ആ പോലീസ് ജീപ്പ് ഞങ്ങളെ പാസ് ചെയ്തു പോയി. എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കോവിൽ കുളമുണ്ട്. ഞങ്ങളുടെ കോണയിലുള്ള അത്യാവശ്യം കുളിക്കാനും മറ്റു കാര്യത്തിന് ഉപയോഗിക്കുന്ന ആ സ്ഥലമാണ്. അവിടെ ഞാൻ അത്യാവശ്യം നീന്തും. എന്റെ ഹൃദയത്തിൽ ആരോ പറയുമ്പോൾ ഞാൻ ഈ കുട്ടികളെ എടുത്തിട്ട് ഞാനും ചാടിക്കഴിഞ്ഞാൽ ഒരിക്കലും കടലും കായലൊന്നും നീന്തി കയറുന്ന ഒരാളല്ല ഞാൻ. എന്റെ കുട്ടികൾ ചാവും. ഈ 2 കുട്ടികളെ കൊണ്ട് എനിക്ക് പൊങ്ങിക്കിടക്കാൻ പോലും പറ്റത്തില്ല വെള്ളത്തിൽ. പക്ഷെ ഞാൻ പൊങ്ങിക്കിടക്കും. പിന്നത്തേൽ ആരെങ്കിലും പറയില്ലേ, ഞാൻ അവിടെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് എന്ന്. ഞാൻ ജയിലിലായാൽ പോലും മനുഷ്യർ പറയില്ല, ഇവൾ ആ മക്കളെ കൊന്നവളാണെന്ന് പറയുമല്ലോ. എന്റെ മാനസികാവസ്ഥ ആരും തിരക്കില്ല. എന്റെ ഒരു നൊടി നേരത്തേക്കുള്ള എന്റെ ചിന്ത ദൈവം കൊണ്ടുവന്ന ചിന്ത. ഇത് ചിന്ത തീർന്നു മുമ്പേ ഈ നേരത്തെ പോയ പോലീസ് വണ്ടി എന്റെ അടുത്ത് കൊണ്ട് ചവിട്ടി നിർത്തുന്നു. ഞാൻ ഈ പോലീസ് വണ്ടിയിൽ കയറി. എന്നെ അവർ കൊണ്ടുപോകുന്നു. അവിടെ കൊച്ചിയിൽ തന്നെ ഒരു സ്ഥാപനം, അതിന്റെ പേര് സെറ്റിൽമെന്റ് എന്നാണ്. അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ റോഡുകളിൽ കിടക്കുന്നവരെ, അനാശാസ്യ പ്രവർത്തനത്തിൽ പിടിക്കുന്നവരെ, പിന്നെ പിന്നെ പിഷക്കാരെ, തലയ്ക്ക് സുഖമില്ലാത്ത എല്ലാവരെയും കൊണ്ട് കിടത്തുന്ന ഒരു സ്ഥലമാണ് കോർപ്പറേഷന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന
ഈ ഒരു സ്ഥാപനം ഞങ്ങളെ അവിടെ കൊണ്ടാക്കുന്നു. ഞാൻ പെട്ടെന്ന് ഭയന്ന് പോയി. പോലീസ് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് രാത്രി തന്നെ അവർ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ അടുത്തുള്ള കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനെ അറിയിക്കുന്നു. പിറ്റേന്ന് രാവിലെ അമ്മയും എൻ്റെ ഭർത്താവും ഒക്കെ വന്ന് എന്നെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും എൻ്റെ ജീവിതം നല്ല രീതിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കുറ്റബോധമില്ലാതെ ഭർത്താവ് വീണ്ടും മദ്യപിച്ചു കൊണ്ടിരുന്നു. 2 പ്രാവശ്യം ഞാൻ 2 അല്ല 3 പ്രാവശ്യം മണ്ണെണ്ണ വീഴ്ത്തി. കാരണം മരിച്ചാൽ മതി. ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് തെളിയിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ദൈവം എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നു എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു. കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവിനെ ദ്രോഹിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയല്ല. എൻ്റെ ഭർത്താവിനെ ചേർത്ത് കൊണ്ടുപോകണം. ഈ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണം. മറ്റുള്ളവർ നമ്മൾ നിന്ദിച്ചവരുടെ മധ്യേ നമുക്ക് നന്നായി വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ ഈ പള്ളിയിൽ പോകുന്നില്ല, പെന്മാറ്റത്തിനല്ല. പക്ഷേ ദൈവം നമ്മളെ ആരെയും ഉപേക്ഷിക്കില്ല. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും നമ്മളെ ദൈവം ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഒരു ഉത്തമ തെളിവാണ് ഞാൻ. എന്നെ വീണ്ടും ഇവിടെ നാട്ടിൽ വരുന്നു, വീണ്ടും ഇവിടെ ഇങ്ങനെ പ്രശ്നമാണ്. തീർത്തും എൻ്റെ ഭർത്താവിനെ ഞാൻ വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലെത്തി. ഒരിക്കൽ പോലും ഇതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാരണം, പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഒളിച്ചോടി പോകുന്നതല്ലാതെ എൻ്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ വീട്ടിനകത്ത് എനിക്ക് നമ്മുടെ ഭാര്യ ഭർത്താവ് ബന്ധത്തെക്കാളും മക്കളുണ്ട്, സമാധാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഞാൻ മാറിപ്പോയിട്ടുള്ള. ഈ അവസാനം ഞാൻ പുള്ളിയെ തീർത്തും വേണ്ട എന്ന് പറഞ്ഞൊരു സാഹചര്യം എത്തിയപ്പോൾ ദൈവത്തിൽ കൂടെ ദൈവം അദ്ദേഹത്തോട് ഇടപെട്ടു. എൻ്റെ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മദ്യപാനം നിർത്തി വന്നു. പിന്നെ ഞങ്ങൾ ചർച്ചിൽ പോകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് എനിക്ക് ഒന്നുകൂടെ പറയാം, ആ ചർച്ചിൽ കൂടുതൽ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരായിരുന്ന ഒരു ചർച്ചായിരുന്നു. അപ്പോൾ എന്നെ ആ ചർച്ചിലുള്ളവരും എന്നെ ഒറ്റപ്പെടുത്തി. ജീവിതത്തിലെ എല്ലാ തെറ്റുകളും എൻ്റെ തലയിൽ കൊണ്ടുവച്ചു. കാരണം എൻ്റെ സംസാരം ശരിയല്ല, എൻ്റെ രീതി ശരിയല്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരാണ് ആ ചർച്ചിൽ ഒരുപാട്. അപ്പം ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് വേണ്ടി പറയൂ, അത്രയും പേർക്ക് വേണ്ടി പറയൂ. മനഃപൂർവ്വം സത്യം അറിയാഞ്ഞിട്ട് പോലും എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു ആ ചർച്ചയിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ തീരെ പിന്മാറ്റത്തിലായത്, പോകാൻ പറ്റുക. പക്ഷേ പിൽക്കാലത്ത് പാസ്റ്റർ ഏലിയാസ് ഞങ്ങളെ കണ്ട് വിളിക്കുകയും നിങ്ങൾ ചർച്ചിൽ വരണം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ ആ ചർച്ചിൽ അവരോട് കൂടെ ഇറങ്ങി. ഇന്ന് ഞാൻ ഇന്ത്യ ബിദേൽ അസംബ്ലി എന്ന് പറഞ്ഞ പാസ്റ്റർ ഏലിയാസ് പാസ്റ്റർ ചർച്ചിലാണ് പോകുന്നത്. ആൻ്റിയുടെ പേര് മറിയാമ്മ എന്നയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയാണ്, ദേവദാസനാണ്, ഉപവസിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളുടെ അമ്മയെക്കാൾ അച്ഛനേക്കാളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ദൈവസഭയും ദേവദാസൻ എന്ന് പറയാൻ യാതൊരു മടിയുമില്ല. ദൈവം അവരിൽ കൂടെ ഞങ്ങളെ മടക്കി വരുത്തി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരു മാർഗവുമില്ല. ഉപജീവന മാർഗം എങ്ങനെ പോകും? ആകെ കൂടെ ഉള്ളത് കലയാണ്. പുള്ളി ഒരു ചെണ്ട ആർട്ടിസ്റ്റും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു. അപ്പോൾ ലോകത്തിന്റെ മാത്രം മുഖത്തിൽ കൂടെ പോകുന്നത് അപ്പോഴും, കാരണം നമുക്ക് ലോകത്തിൽ ഉയർന്നു കാണിക്കണം, നിന്ദിച്ചവരുടെ മധ്യേ നന്നായി കാണിക്കുന്ന ആഗ്രഹത്തോടെ പുള്ളി 48 മണിക്കൂർ ചെണ്ട ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെണ്ട കൊട്ടുന്നു. VGT ഹാളിലാണ് ചെണ്ട കൊട്ടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു. കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കിട്ടണം, ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. കാരണം ചെങ്കൽച്ചുളക്കാരെന്നുള്ള ഒരു നിലയ്ക്ക് നമ്മളെ അന്ന് ആരും മുന്നിൽ വന്ന് സഹായിച്ചിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല. എൻ്റെ ആത്മീയമായ ഗോളത്തിലെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ ദൈവം ലോകത്തിൻ്റെതായ മേഖലയിൽ കൂടെ ഞങ്ങളെ കൊണ്ടുപോയ, കാരണം ലോകത്തിന്റെ എല്ലാ ഉന്നത സ്ഥലങ്ങളിലും ദൈവം ഞങ്ങളെ എത്തിച്ചു എന്നുള്ളത് വളരെ ആത്മാഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നു. എൻ്റെ മകനെ 8ാം ക്ലാസ്സിലായി, അവന് 13 വയസ്സാവനെയൊന്ന് പഠിപ്പിക്കണം. അവന് ആകെ കൂടെ ഉള്ളത് കലയാണ്. അപ്പം ഒരു ചെണ്ട പഠിക്കാൻ വേണ്ടി കേരള കലാമണ്ഡലം തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ അഭിമാനമാണ്, സാംസ്കാരിക നിലയമാണ് തൃശ്ശൂർ. കേരളത്തിൽ ജനിച്ചു വളർന്ന നിലയം, ആ ഒരു അഭിമാനം എനിക്കും അവകാശപ്പെട്ടത്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് നടന്നാലും അത് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കും അഭിമാനിക്കാം. അതുപോലെ കേരളത്തിന്റെ നമ്മുടെ സാംസ്കാരിക നിലയം എന്നറിയപ്പെടുന്ന തൃശ്ശൂര് മകനെ കല പഠിപ്പിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ അയക്കുന്നു. അവിടെ തൊട്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ എഴുത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ദൈവം എന്നെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എനിക്കുണ്ടായ അതേ അനുഭവം മകനുണ്ടായി. കാരണം എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഇവിടെ ചേരിയിൽ നിന്നുള്ളൊരു കുട്ടി അല്ലെങ്കിൽ കോളനിക്കാരനെന്ന് പറഞ്ഞു വിട്ടു. അതിന് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. മകനെ വിദ്യാഭ്യാസത്തിനെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം കലാമണ്ഡലം നിതീഷ് എന്നറിയപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അവനെ അയച്ചു. കോളനിയിൽ നിന്നൊരു ഉത്സവം പോലെയാണ് മകനെ പഠനത്തിന് അയച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അതുവരെ കണ്ട മനുഷ്യരല്ല, അതുവരെ കണ്ട ലോകത്തല്ല അവൻ ചെന്നെത്തിയത്. അവൻ ചെന്നു. അവിടെ ഒരു ക്ലാസ്സിൽ 8 പിള്ളേരാണ് പഠിക്കുന്നത്. ആ 8 കുട്ടികളിൽ ഓരോരുത്തരുടെ ചൂണ്ടി ആ അധ്യാപകൻ അവനോട് അവരുടെ ജാതി പറഞ്ഞു.
അവനെ അവിടെ നിർത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. കാരണം മകന്റെ അച്ഛനാണ് 48 മണിക്കൂർ ഈ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെണ്ട കൊട്ടി. അപ്പം തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു പിന്നെ അവകാശമാണ് ഈ കല എന്നുള്ള നിലയിൽ കൊണ്ട് നടക്കുന്നവർ. ഇതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങൾ ഈ മകനെ പഠിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം കൂടെ അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് ഈ കുഞ്ഞിനെ അവിടെ നിർത്താൻ പാടില്ല എന്നുള്ള നിലയിൽ അവനെ ഉപദ്രവിച്ചു. 1 മാസമായപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ കൂടെ പറഞ്ഞു വിട്ടു. ഇവനെ ഇവിടെ ഇനി നിർത്താൻ പറ്റില്ല, ഇവന് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകനെ കൊണ്ടുവരുന്ന വഴിക്ക് മകനോട് ചോദിച്ചു, മകനെ നിനക്ക് എന്താ മോനെ അവിടെ നിൽക്കാൻ പറ്റാത്ത? നല്ലൊരു ഭാവിയുള്ളതാണ്. കാരണം പപ്പയൊക്കെ കണ്ടാൽ ഇങ്ങനെ ജീവിക്കുന്ന നീ കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ നാളെ നീ എവിടെ പോയാലും നിനക്കൊരു ജോലി ലഭിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇല്ലമ്മ അങ്ങനെയല്ല, നമ്മളവിടെ പഠിപ്പിക്കാൻ അവർ അനുവദിക്കില്ല, ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അവനെ വീണ്ടും ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. അന്നത്തെ MLA ആയിരുന്ന, ഇന്നത്തെ MP ആയിരിക്കുന്ന രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ സഖാവാണ് അവനെ നേരിട്ട് അവിടെ കൊണ്ടാക്കി. പക്ഷെ പിന്നത്തിൽ സംഭവിച്ചത് അതിക്രൂരമായ മർദ്ദനം മകനുണ്ടായി. അവനെ നേരം അവിടെ 4 മണിക്ക് പുലർച്ചെയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഉച്ചവരെ അവർക്ക് ചെണ്ട ക്ലാസ്സാണ്. അത് കഴിഞ്ഞാണ് വിദ്യാഭ്യാസത്തിന് അവർ സ്കൂളിൽ പോകുന്നത്. അപ്പം 4 മണി എന്നുള്ളത് അവൻ ചെന്നപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റായി പോയി. 4:30 ആയിപ്പോയി. അവിടുത്തെ അധ്യാപകൻ അവന്റെ ചെവിട്ടിൽ അടിക്കുകയും അവന്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളുടെ ജാതി പറഞ്ഞു കൊടുത്തു. ഈ കുട്ടികളൊക്കെ ഇന്ന ഇന്ന ജാതിയാണ്, ജാതിയിൽ കുറഞ്ഞ നിനക്ക്, ചെങ്കൽച്ചുളയിൽ കിടക്കുന്ന ചേരിയിൽ കിടക്കുന്ന നിനക്ക് ഇവരോട് ഇരിക്കാൻ എന്താണ് യോഗ്യത? നീ ഒരാൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇതേ സ്ഥാനത്ത് വേറൊരാൾ വന്ന് പഠിക്കും, അവർക്ക് ഈ ലോകത്ത് എല്ലാം നേടാൻ പറ്റും, നിനക്കൊക്കെ എന്ത് പറ്റും? നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് അടി, അക്രമം, ഗൂണ്ടായുസമാണെന്ന് അവനെ പറഞ്ഞു. സീനിയേഴ്സിനെ വിട്ട് അവനെ അടിച്ചു, ഉപദ്രവിച്ചു, ഓറ് വരിഞ്ഞു കെട്ടി. ഇവൻ എന്നെ വിളിച്ചു, അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അക്കാലത്ത് 2006 ഈ സംഭവം നടക്കുന്നത്. ഇവിടുന്ന് 8-9 മണിക്കൂറാണ് തൃശ്ശൂരെത്താൻ. ഇന്ന് ഏകദേശം നമുക്കൊരു 5-6 മണിക്കൂറുണ്ടെങ്കിൽ എത്താൻ പറ്റുമായിരിക്കാം. ഇത്രയും സമയം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാമാനെ കയറി വരാൻ പറഞ്ഞു. അവൻ ഒറ്റയ്ക്ക് അവിടുന്ന് കയറി. 3ന്റെ അവന്റെ TC ആണ് വന്നത്. ഇന്നേ വരെ ആ കൊച്ച്, അവന് 34 വയസ്സായി. ഇന്ന് വരെ അവൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ടോ, അവൻ മരിച്ചോ ജീവിച്ചോ എന്ന് തിരക്കിയിട്ടില്ല. അവരൊന്നുകൂടെ പറഞ്ഞു വിട്ടു, നീ നാട്ടിൽ പോയി അവിടെ ചെന്ന് കേസ് കൊടുക്കുകയോ ഇവിടെ ഏതെങ്കിലും പത്രക്കാരോ ചാനലുകാരോ വന്നാൽ ഞങ്ങൾ പറയും നീ ചെങ്കച്ചുള്ളിലെ കുട്ടിയാണ്, ഇവിടുത്തെ സീനിയേഴ്സിനെ വിട്ട് പറയിക്കും, സീനിയേഴ്സിന്റെ റൂമിലൊക്കെ കയറി നീ മോഷ്ടിക്കാറുണ്ട്, നീ ആളാണെന്ന് പറയുമെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനും ആകെ കൂടെ വലിയൊരു കൺഫ്യൂഷനിലായി. എന്ത് ചെയ്യും? എനിക്ക് ആകെ കൂടെ ഒരു വലിയൊരു സമാധാനമില്ല. എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിയതുപോലെ എൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയതുപോലെ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുമോ? എനിക്ക് ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്താണ്, എങ്ങനെ പോകണം എനിക്കറിയില്ല. അന്ന് ഇത്രയും വലിയ പ്രാർത്ഥനാകാരിയൊന്നും അല്ല. എങ്കിലും ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഇല്ല, പഠിപ്പിക്കണം അവനെ. നമ്മൾ ഇവിടെ ചേർത്തു, ഇവിടെ തന്നെ ചേർത്ത് അവന്റെ കൂടെ തന്നെ ഇവിടെ ചെങ്ങൽ തന്നെ ഒരു 5 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇളയ മകൻ സുധീഷ്, അങ്ങനെ 7 പേർ തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിച്ചു. +2 വരെ അവന് ഈ നമ്മുടെ കേരളത്തിലെ സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ വലിയൊരു, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സ്കൂൾ യുവജനോത്സവം. ആ യൂത്ത് ഫെസ്റ്റിൽ 7 വർഷം ചെങ്കൽച്ചുളയിൽ നല്ല തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുകയും സംസ്ഥാന തലത്തിൽ വരെ A ഗ്രേഡ് വാങ്ങി. +2 അവസാനം അവന് വേണ്ടെന്ന് വെച്ചാൽ തൃശ്ശൂർ പോയി അവന് അവിടുന്ന് ജയിച്ചു വരാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്തു. ഇതൊന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല, ദൈവം തന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷെ ഞാൻ അന്ന് ഒരു പത്രത്തിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ, TV-യിലൊക്കെ എഴുതി കാണിക്കും, 13 വയസ്സുകാരന് ജാതികമായ പഠന. ആൾക്കാരൊക്കെ പറയും ശരിയാണ്, അയ്യോ പാവം കുഞ്ഞല്ലേ. പക്ഷേ തൊട്ട് താഴെ എഴുതി കാണിക്കും, ഇവൻ ചെങ്കൽച്ചുള്ളക്കാരൻ. ഓൾറെഡി ഞങ്ങൾക്കൊരു അപരാധമായ ഒരു പേര് കിടപ്പുണ്ടല്ലോ, എന്തിനാണ് ഞങ്ങൾ വീണ്ടും എൻ്റെ കൊച്ചിൻ്റെ ഭാവി തുളയ്ക്കുന്നത്? ഞങ്ങൾക്ക് ആ അപരാധം മാറണം, അത് ഞങ്ങൾക്ക് അപമാനം അല്ല, ഞങ്ങൾക്കതൊരു അഭിമാനം മാറ്റിയെടുക്കണം എന്നുള്ള ഹൃദയത്തിൽ എൻ്റെ ആഗ്രഹം വന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് എൻ്റെ മകനെ ഞാൻ വീണ്ടും AR-റാമിൻ്റെ കോളേജ് വിട്ട് പഠിപ്പിച്ചു. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. അവിടെ പഠിപ്പിച്ചവൻ മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോൾ പഠിച്ചിറങ്ങി. ഇന്ന് അവനൊരു സ്വന്തമായിട്ടൊരു ഫോക്ക് ബാൻഡ് അവൻ വിവാഹം കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഈ പുസ്തകത്തിലോട്ട് ഞാൻ വരാൻ വീണ്ടും ഈ ചെങ്കൽച്ചുള്ളിൽ തന്നെ അക്കാലങ്ങളിലൊക്കെ ഇന്നും ഒരുപാട് പേര് വരാറുണ്ട് അവരുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടും ഈ നമ്മുടെ കോളനികളെ പഠിക്കാൻ. ഇതൊക്കെ എന്നെ മാനസികമായി വളരെ വേദനയുണ്ടായി. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സ്ഥലത്ത് മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി എന്തിനാണ് വരുന്നത്? അങ്ങനെ 2017 സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മക്കാർ ഇവിടെ വരികയും, ഇവിടെ അത്യാവശ്യം ഞാൻ പ്രാദേശിക കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഞാനൊരു വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇവരെന്നെ വന്ന് കാണുകയും, അപ്പം ഞാൻ അവരോട് കയർത്ത് സംസാരിച്ചു, നിങ്ങളൊക്കെ എന്തിനാ വരുന്നത്? പാവപ്പെട്ട കോളനിയിൽ അമ്മമാരോട് ചോദിക്കുക, അവർ പറയും. കാരണം ഇവിടെ 50 വർഷങ്ങളായ ഫ്ലാറ്റുകൾ നില അവിടെ പൊട്ടി വീഴുന്നുണ്ട്. പക്ഷെ ഒരിടത്തും ഒന്നും ഒരാപത്ത് സംഭവിക്കാത്ത പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രം ഇന്ന് ജനം ഇവിടെ ജീവിച്ചു. എന്ത് ചെയ്യണം? അതിൻ്റെ പുറകിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഇവരോട് കയർത്ത് സംസാരിക്കുന്നത്. അതിൽ എഴുത്തുകാരനായ PP സത്യൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. സത്യേട്ടൻ പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങൾ കേട്ടിട്ട് പോകും, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ
ചെയ്യാൻ പറ്റും, ഇതൊരു പുസ്തകമാക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ വെച്ച് എഴുതാൻ പറ്റുമോ എങ്കിൽ നമുക്ക് 100 പേര് വായിക്കും, 10 പേരുടെ മനസ്സിനെ തങ്ങി നിൽക്കും. അത് നാളെ ആ 10 പേർ സമൂഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിലയിലിരിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിലോ, അതാണ് എൻ്റെ പുസ്തകത്തിന്റെ വരവ്. പക്ഷേ ഇത്രയും വർഷത്തെ കാര്യം എനിക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. നേരത്തെ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുള്ള ഒരു ആളല്ലല്ലോ, എന്ത് ചെയ്യും? എനിക്ക് അതിനാണ് വിജില ചെറുപ്പാട് എന്നൊരു കുട്ടിയാണ് എൻ്റെ പുസ്തകം കേട്ടെഴുതിക്കുന്ന. ഞാൻ ആ കൊച്ചിനോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: ഒരു 9ാം ക്ലാസ്സുകാരുടെ എഴുത്ത്, ഒരു ചെങ്കൽച്ചുള്ളക്കാരുടെ സംസാരം. എനിക്കൊരിക്കലും സാഹിത്യം അറിയില്ല, എനിക്കൊരു ഭാഷാ ശുദ്ധിയില്ല, എൻ്റെ ഭാഷയായിരിക്കണം ആ പുസ്തകത്തിൽ. അങ്ങനെയാണ് ആ പുസ്തകം എഴുതുന്നത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. 11 വർഷങ്ങൾക്ക് ശേഷം അവിടെയാണ് വീണ്ടും ദൈവത്തിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ പുസ്തകത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ എന്നെ മുൻപിൽ കൊണ്ടുവരാനോ ആരുമില്ല. 11 വർഷങ്ങൾക്ക് ശേഷം ആ പുസ്തകം 2 യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് എടുത്തു. എന്നെ കാണാൻ അനേക രാഷ്ട്രീയ പ്രവർത്തകർ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിന് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു 1ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പാഠപുസ്തകത്തിൽ ഒരു വരി വരണമെങ്കിൽ പോലും പലരും പിൻവാതിലിൽ കൂടെ പോകുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ പുസ്തകം എങ്ങനെ വന്നു? അവിടെ കൊണ്ട് തീർന്നില്ല. 2 യൂണിവേഴ്സിറ്റിക്ക് MA പഠിപ്പിക്കാൻ എടുത്തു. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ വർഷത്തെ ഏറ്റവും മികച്ച വനിതാ കമ്മീഷന്റെ സ്ത്രീരത്ന പുരസ്കാരവും അതും ഈ 9ാം ക്ലാസ്സുകാരിക്ക്. ഇതിന്റെ എല്ലാം പിന്നിലുള്ള നന്മ എന്താണ്? പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്ന നസ്രത്ത് നിന്ന് വല്ല നന്മയുണ്ടെന്ന് ചോദിച്ചവരുടെ മുൻപേ ദൈവം എന്നെ കൊണ്ടു നിർത്തി. ഞാൻ പറഞ്ഞില്ലേ, 1999 ഇവിടുത്തെ ആ കാലഘട്ടത്തിലൊക്കെ ഇവിടുത്തെ സ്ത്രീകൾ വീട്ടു ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, കാരണം അവർക്ക് എങ്ങനെയെങ്കിലും സമൂഹത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ പാസ്പോർട്ട് എടുക്കാറുണ്ട്. ഞാനും എടുത്തു ഒരു പാസ്പോർട്ട്. പോകണം, നാട്ടിൽ നിന്ന് പോയി എൻ്റെ മക്കളെ സംരക്ഷിക്കണം, ഒരു കുഞ്ഞു വീടൊക്കെ വേണമെന്ന ആഗ്രഹത്തിൽ. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഞാൻ ഒരുമിച്ച് പാസ്പോർട്ട് എടുത്തു. എൻ്റെ പ്രിയപ്പെട്ട നാത്തൂൻ അവൾ ഗൾഫിൽ പോയി. 10-25 വർഷമായി അവൾ ഗൾഫിലാണ്. എൻ്റെ സഹോദരനാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന. ഒരു പ്രശ്നത്തിനിടെ എൻ്റെ സഹോദരൻ ചോദിച്ചു, നീ പാസ്പോർട്ട് എടുത്തില്ലേ, എന്തുകൊണ്ട് നിനക്ക് പോകാൻ പറ്റാത്തെന്ന് എന്നെ ആക്ഷേപിച്ചു. പക്ഷെ ഞാൻ അന്നൊരു വാക്ക് ആര് പറഞ്ഞതെന്ന് അറിയില്ല. അന്ന് ഞാൻ പിന്മാറ്റത്തിന് പെട്ടെന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ ദൈവത്തിന് നിന്റെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോയി അനുഗ്രഹിക്കാനാണ് ആഗ്രഹമെങ്കിൽ ദൈവം അവളെ അവിടെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവത്തിന് എവിടെയാണ് എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ ഇവിടെ അനുഗ്രഹിക്കപ്പെടും. ഞാൻ എന്തുകൊണ്ട് പറയുന്നത് എനിക്കറിയില്ല, ആരെന്നെ കൊണ്ട് പറയിച്ചെന്നറിയില്ല. സ്വഭാവശുദ്ധി ഇല്ലാത്തവൾ, നാവ് ശുദ്ധി ഇല്ലാത്തവൾ. കാരണം വേറെ എൻ്റെ സ്വഭാവത്തിന് മോശമില്ല, എൻ്റെ നാവ് ഭയങ്കര നാവാണ്. കാര്യം ആരെയും പറഞ്ഞ് എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു സംസാരത്തിൽ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അന്ന് എൻ്റെ നാവിൽ ആര് പറയുന്നത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു. അത് പിൽക്കാലം സത്യമായി തീർന്നു. ഒരു വീട്ടുജോലിക്കാരിക്കായി പോകാൻ ആഗ്രഹിച്ച എന്നെ, ഞാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത, കേരളത്തിലെ 14 ജില്ല തികച്ചു കണ്ടിട്ടില്ലാത്ത ഒരാളായി എന്നെ ദൈവം ദുബായിൽ ഒരു VVIP ആയിട്ട് അയച്ചു. 2024 നവംബറിലെ അവിടുത്തെ സെന്റ് ഓർത്തഡോക്സ് ചർച്ചിന്റെ അൺസൺ ഹീറോ അവാർഡ് എനിക്കായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ദൈവത്തിന്റെ സ്നേഹമല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. തീർന്നില്ല. എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ആരാണോ ചെങ്കൽച്ചുള്ളക്കാരെ മാറ്റി നിർത്തിയ, ചെങ്കൽച്ചുള്ള എന്ന പേര് പോലും ഒരു പക്ഷേ ഞങ്ങൾ മാറ്റി രാജാജി നഗർന്നാക്കി. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ചെങ്കൽച്ചുള്ള. ഞാൻ എവിടെ പോലും ചെങ്കൽച്ചുള്ള എന്നേ പറയുള്ളൂ, അഭിമാനത്തോടു കൂടി പറയും. ചെങ്കൽച്ചുള്ള ഒരുപാട് പ്രതിഭകളുള്ള സ്ഥലമാണ്. പക്ഷെ എല്ലാവർക്കും ആവശ്യം പ്രതിഭകളെ അല്ല, പ്രതികളെയാണ്. ഇവിടെ നിന്നുള്ള ആൾക്കാരെ കുറ്റവാളികളെ കാണുക. പക്ഷെ ഇക്കാലത്ത് ദൈവം ഇവിടുന്ന് പ്രതിഭകളെ മാത്രമല്ല തിരഞ്ഞെടുത്തിരിക്കുന്ന, അനേക പ്രവാചകന്മാരുടെ ഒരു കൂട്ടം ഈ ദേശത്ത് നിന്ന് തിരഞ്ഞെടുത്തു. 11 ചർച്ചോളം ഈ ദേശത്തുണ്ട്. രാത്രി രാമങ്ങൾ പകലൊന്നില്ലാതെ ആരാധന മുടങ്ങുന്ന ഒരു ദേശം. പ്രഭാത പ്രാർത്ഥനകൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ, സ്ത്രീകളുടെ മീറ്റിങ്ങുകൾ. ദൈവം ഞങ്ങളുടെ ദേശത്തെ സ്നേഹിച്ചു. ആര് വെറുത്തോ, ആര് മാറ്റി നിർത്തിയോ അവരെ കൊണ്ട് ഉത്തരക്കടലാസിൽ ദൈവം ചെങ്കൽച്ചുള എന്ന് എഴുതിപ്പിക്കാനും ദൈവത്തെ കൊണ്ട് സാധിച്ചു. അതിന് ദൈവം തിരഞ്ഞെടുത്തത് എന്നെയായെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ആത്മാഭിമാനമുണ്ട്. ദൈവത്തിനോടുള്ള സ്നേഹം എനിക്ക് വർധനവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെങ്കൽച്ചുള്ള ഒരിക്കൽ പോലും എൻ്റെ സാക്ഷി എൻ്റെ ചെങ്കൽച്ചുള്ളക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യമാണ്. ഞാനൊരു പക്ഷെ സാക്ഷ്യം പറഞ്ഞ അവർ നെറ്റ് ചുളിക്കും. ഇവളോ സാക്ഷ്യം പറഞ്ഞ ദൈവം എന്നെ 2 തരത്തിൽ വിളിച്ചു. ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ കൂടെ ദൈവം എന്നെ കൊണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല. ആത്മീയ ഗോളത്തിലും ദൈവം എന്നെ ഓരോ സ്ഥലത്ത് സാക്ഷ്യമായി കൊണ്ട് നിർത്തുന്നു. എൻ്റെ ജീവിതത്തിന്റെ നന്മയോ, എൻ്റെ ജീവിതത്തിൽ പിറകിലോട്ട് നോക്കിയാൽ ഒരു സ്ഥലത്ത് പോലും ഒരു നന്മ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നെനിക്ക് പറയാം, എൻ്റെ ഹൃദയത്തെ കണ്ട ദൈവം, എൻ്റെ അന്തരേന്ദ്രിയങ്ങളെ കണ്ട, ഒരിക്കൽ പോലും ദൈവത്തിന് വിരുദ്ധമായിട്ടൊരു ചിന്തയോ, ദൈവനാമം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ദൈവമേ, ഞാൻ മുഖാന്തരം, എൻ്റെ കുഞ്ഞുങ്ങൾ മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ള ആ പ്രാർത്ഥനയാണ് ഇന്ന് ഈ രാത്രിയും, ഇന്ന് ഞാൻ ഇവിടെ, ഇന്ന് എൻ്റെ പകൽക്കാലവും നിങ്ങളുടെ രാത്രികാലവും 2 രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ ദൈവത്തെ എനിക്ക് നിങ്ങളോട് സാക്ഷീകരിക്കാൻ കഴിഞ്ഞത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് ഉപകാരങ്ങളെ ഒരു വാക്കുകൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു മിനിറ്റ് കൊണ്ടോ, ഒരു നിമിഷം കൊണ്ടോ ഒന്നും എനിക്ക് തീർക്കാൻ പറ്റില്ല.
അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു 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 അംശം മാത്രം. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഇന്ന് എൻ്റെ വീട് എനിക്കൊരു ചെറിയൊരു കുഞ്ഞു വീടാണെങ്കിൽ പോലും 10-200ഓളത്തിനകത്ത് അവാർഡുകൾ കൊണ്ട് നിറഞ്ഞു. എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യം ഈ അവാർഡൊക്കെ ഇവിടെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ദൈവം എന്നെ ഈ ചെങ്കൽച്ചുള്ള ദേശത്തിനൊരു അടയാളമായി തീർത്തു. ലോകത്തുനിന്ന് എവിടെയെല്ലാം ചെങ്കൽച്ചുള അറിയപ്പെടുന്നു, കുപ്രസിദ്ധി കൊണ്ടല്ല അറിയപ്പെടുന്ന ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവദാസന്മാർ, ഓരോ ദിവസം എഴുന്നേൽക്കുന്ന ദൈവദാസന്മാർ, അവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ വചനങ്ങൾ, അവരെ കേൾക്കുന്നവർ, ഞങ്ങളെ ഇന്ന് പല രാജ്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവർ, അത്രത്തോളം ഞങ്ങളെ മാറ്റി. ദൈവത്തിന് ഒരാളെ മാറ്റാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരുപക്ഷെ എൻ്റെ കുറവുകൾ, എനിക്ക് ഈ പറഞ്ഞതിന് 7 ഇരട്ടി കുറവുകളുള്ളവളായിരിക്കാം. പക്ഷേ എന്നെ ദൈവം കണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചെങ്കൽച്ചുള്ളക്കാർക്ക്, പാവപ്പെട്ട ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു, ഞങ്ങൾക്ക് ഒരു അഡ്രസ്സും ഇല്ല. ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ വീടുകളൊന്നും ഞങ്ങളുടെ പേർക്കല്ല. ഞങ്ങളുടെ പേർക്ക് ഞങ്ങൾക്ക് ആകെ കൂടെ ഉള്ള ID കാർഡ് മാത്രം. കാരണം വോട്ട് ബാങ്കാണ്. അവർക്ക് വോട്ട് വേണമല്ലോ. ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ പേരിലല്ല, ഞങ്ങൾ കൈവശം സർട്ടിഫിക്കറ്റില്ല, കരം തീരില്ല, ആധാറില്ല, പ്രമാണമില്ല, ഒന്നുമില്ല. ആധാറുണ്ട്, പ്രമാണമില്ല, ആധാരം ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ഞാൻ. ഇതെല്ലാമാണ് എൻ്റെ പുസ്തകം. ഇതെല്ലാத்தைയും ചേർത്തുകൊണ്ടാണ് ഞാനൊരു പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ കൂടെ ഇന്ന് ലോകം അറിയപ്പെടുന്ന രീതിയിൽ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. മാത്രമല്ല 2 യൂണിവേഴ്സിറ്റികളിൽ ഈ ചെങ്കൽച്ചൂളയെ, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ ചെങ്കൽച്ചൂളയെ 2 യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നു. ഇതിൽ പരം എന്ത് വേണം? സ്വർഗത്തിലെ ദൈവം ഇന്ന് അഭിമാനത്തോടു കൂടി ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി എല്ലാ സ്ഥലത്തും കടന്നുപോയി പറയുമ്പോൾ എനിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ: ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. ദൈവമല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 9ാം ക്ലാസ്സുകാരി, ഭാഷാശുദ്ധി ഇല്ലാത്തവൾ, അക്ഷരത്തിന്റെ ആഴത്തെ അറിയാതെ സ്വന്തം ഹൃദയത്തിന്റെ വേദന മാത്രം കണ്ടറിഞ്ഞ്, ചുറ്റുപാടുമുള്ളവരുടെ വേദന മാത്രം അറിഞ്ഞെഴുതിയ ഒരു പുസ്തകമാണ്. എൻ്റെ പുസ്തകത്തിന്റെ പേരാണ് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം. എൻ്റെ മാത്രം ജീവിതമല്ല, എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു കൂട്ടം, ഒരു സമൂഹത്തിന്റെ, മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു സമൂഹത്തിന്റെ ഒരു വേദനയാണ് ആ പുസ്തകം. ആ പുസ്തകമാണ് ഇന്ന് ലോകമൊത്തം അറിയപ്പെടുക എന്ന രീതിയിൽ ദൈവം മാറ്റിയെടുത്തത്. എനിക്കതിൽ അഭിമാനമുണ്ട്. ഇത്രയും സമയം എന്നല്ല, ഇനി ഒരുപാട് സമയം ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ ആ ഒരു കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം ദൈവനാമത്തിന് മഹത്വമുണ്ട്. ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്ക്, നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ചെങ്കൽ ചുള്ളക്കാരുടെയും എന്റെയും ദൈവനാമത്തിൽ ഏറ്റവും ദൈവം ചെയ്ത വലിയൊരു ഉപകാരം. എനിക്ക് ഇങ്ങനത്തുള്ള സാക്ഷ്യങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്ത് പറയാ, ഒരു ചെങ്കൽ ചൂളക്കാരിക്ക് ഇതിലപ്പുറം എന്ത് വേണം? ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് എത്ര എനിക്ക് നന്ദി പറയണമെന്ന് അറിയില്ല. ഏതെല്ലാം മേഖലകൾ ദൈവം ഞങ്ങളുടെ തലമുറ ഇപ്പൊ എടുത്ത് ഉപയോഗിക്കുന്നു. വിദ്യാസമ്പന്നരായ ആൾക്കാർ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ. പക്ഷെ ഞങ്ങൾക്ക് സമ്പാദ്യം മാത്രമേ, സാമ്പത്തികം മാത്രമേ കുറവുള്ളൂ. പക്ഷെ ഉള്ള സമ്പാദ്യത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങളെ ദൈവം നന്നായി നടത്തുന്നു, നന്നായി തരുന്നു, നന്നായി ഭക്ഷണം തരുന്നു, കഴിക്കാൻ തരുന്നു, കിടക്കാൻ തരുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിയുള്ളവരാണ് ഞങ്ങള്. ഇത് ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ആഗ്രഹിച്ചു വഴി നടത്തുന്നു. ഒരുപാട് എടുത്തു പറയത്തക്ക, ലോകം കാണത്തക്ക രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ലോകത്തിനുള്ളതിനേക്കാൾ വലുതായ ഒരു സമാധാനം, ലോകത്തിലുള്ളവരെക്കാൾ വലിയ ഒരു രക്ഷിതാവിന്റെ കൈക്കീഴ് കിടന്നുറങ്ങാൻ സമാധാനത്തോട് ഈ ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായില്ല അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും. നീ അല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന അങ്ങനെ ആ ഒരു വാചകത്തിൽ കൂടെ തന്നെ ഞാൻ പറയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കണ്ടു, ഞങ്ങളെ സ്നേഹിച്ചു. നിങ്ങളിൽ കൂടെ ഇന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ ദൈവം അവസരം തന്നു. എന്റെ ഭാഷാശുദ്ധി നിങ്ങൾ നോക്കരുത്. ഞാൻ ഭാഷാശുദ്ധി ഇല്ലാത്തവളാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവളാണ്. എങ്കിലും ദൈവം ചെയ്ത നന്മകളെ മാത്രം എനിക്ക് ദൈവത്തോട് പറയാനുള്ള എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും. ഇനി എത്ര നാൾ ഞാൻ മുൻപോട്ട് പോകുന്നല്ല, അത്രയും നാളും എന്നെയും എൻ്റെ തലമുറകളെയും എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ ദേശത്തെ, ഇവിടെ ആയിരിക്കുന്ന 11 ചർച്ചകളെയും, അവിടെ ആയിരിക്കും ദേവദാസിമാരെയും അവരെ ഏൽപ്പിച്ച ദൈവ കുടുംബങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ നിന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സിസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചോളൂ സിസ്റ്ററെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഞാനാണോ? അതെ 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 അതെ. ദൈവത്തിന് സ്തോത്രം, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. മഹത്വത്തിന്റെ പ്രത്യാശ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം കർത്താവേ. ഈ രാത്രി അവിടുത്തെ കർത്താവേ, ആ രാജ്യത്തെ രാത്രികാലം ഞങ്ങളുടെ പ്രഭാതമാണ് കർത്താവേ. ഈ 2 സമയത്തെ കൂടെ ഒരുമിച്ച് യോജിപ്പിക്കാൻ അങ്ങേ കൊണ്ടല്ലാതെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല കർത്താവേ. 2 ധ്രുവങ്ങളിലിരുന്ന് ഞങ്ങളെ തമ്മിൽ കേൾക്കാനും കർത്താവേ, എന്റെ സാക്ഷ്യങ്ങളെ കേട്ട കർത്താവേ, പ്രിയ ദൈവസഭയും ദേവദാസിയെയും അവരായിരിക്കുന്ന ആ കർത്താവ്, ആ രാജ്യത്തെയും ദേശത്തെയും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇനി അനേക ജീവനുള്ള സാക്ഷ്യങ്ങളെ ഇവരിൽ കൂടെ കേൾക്കുവാനും
കർത്താവ് അവർ കൂടെ ദൈവം അവരെല്ലാം അനുഗ്രഹിക്കുവാനും സഹായിക്കണം കർത്താവ്. എൻ്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ ഒന്നുകൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു അപ്പച്ച. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മറുപടി തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവത്തെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു.